നമസ്കാരം. സൂര്യരാശി പ്രകാരം ഇന്നത്തെ നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടാകുമെന്ന് അറിയാം. വരൂ, 12 രാശിയിലെ വിവിധ നക്ഷത്രഫലമാണ് നമ്മളിവിടെ നോക്കുന്നത്. മേടം രാശി. കർമ്മരംഗത്ത് ഇന്ന് നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും കാണുന്നു. രാഷ്ട്രീയക്കാർ ബഹുമാനിക്കപ്പെടും. പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിൽ ഇന്ന് പ്രശസ്തി കൂടും. പക്ഷേ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ ഇന്ന് സാധ്യതയുണ്ട്. പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് സമയം അനുകൂലമല്ല. അതുകൊണ്ട് വളരെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും പ്രതീക്ഷിച്ചതിനേക്കാൾ വിഷമത അനുഭവപ്പെടും. ഗൃഹഭരണ കാര്യങ്ങളിൽ ചെറിയ അലസതകളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇടവം രാശി. വാഹനം വാങ്ങാനുള്ള ശ്രമങ്ങൾ ഇന്ന് നടത്തും. പണയവസ്തു തിരിച്ചെടുക്കും. ഭാര്യ മുഖേന നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. കാര്യശേഷി ഉണ്ടാകും. നന്നായി കഠിനാധ്വാനം നടത്തി വേണം വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ. വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ചില ജോലികൾ വിജയകരമായി പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായി തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് നടത്തുന്ന യാത്രകൾ നിങ്ങൾക്ക് ഗുണകരമാകും. ചെറുകിട വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ ഇന്ന് സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് ചില വീഴ്ചകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സഹോദരങ്ങളിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. കുടുംബാന്തരീക്ഷം സന്തോഷകരമായിരിക്കും. വൈകുന്നേരം കുടുംബത്തോടൊപ്പം ചില ശുഭകാര്യങ്ങളുടെ ഭാഗമാകാനും ഇടയുണ്ട്. ബന്ധുക്കളുമായുള്ള പണമിടപാട് ഇന്ന് ഒഴിവാക്കണം. മിഥുനം രാശി. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഇന്ന് വന്നു ചേരും. ഒരേ സമയം ഒന്നിലധികം പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിനാൽ മനസമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പല വിധത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് ഇത്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തടസ്സം നേരിടും. തൊഴിൽ മേഖലയിൽ കാര്യങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് അനുകൂലമാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടം പ്രതീക്ഷിക്കാം. അമിത ജോലിഭാരം നിങ്ങളെ മാനസികമായും ശാരീരികമായും തളർത്താൻ ഇടയുണ്ട്. ആത്മീയമായ കാര്യങ്ങൾക്കായി സമയം ചെലവിടുന്നത് നിങ്ങളുടെ മനസമാധാനം മെച്ചപ്പെടുത്തും. നിങ്ങൾ ഇന്ന് കോപം നിയന്ത്രിക്കണം. പ്രണയ ജീവിതം സന്തോഷകരമായിരിക്കും. കർക്കിടകം രാശി. മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിക്കും. മനോധൈര്യം കൈവെടിയരുത്. സഹോദര ആനുകൂല്യം ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്ന് വളരെ സന്തോഷം നൽകുന്ന ചില വാർത്തകൾ ഇന്ന് കേൾക്കാൻ സാധിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നതിന് മുൻപ് വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. ബിസിനസ് മേഖലയിൽ ചില തടസ്സങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ പിരിമുറുക്കം വർദ്ധിപ്പിക്കും. കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും വികാര വിചാരങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കുടുംബത്തെ നയിക്കാൻ സാധിക്കൂ. ഇന്ന് നിങ്ങൾ കൂടുതൽ ഊർജവും ഉന്മേഷവും അനുഭവപ്പെടുന്ന പുതിയ ജോലികൾ തേടി നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജോലികൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കുറച്ച് പണം ശരിയാക്കി നൽകേണ്ടി വരും. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും. ചിങ്ങം രാശി. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. വാഹന സംബന്ധമായ ചെലവുകൾ വർദ്ധിക്കും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനനഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. മാതാവിന് ശാരീരിക അസുഖങ്ങൾ ഉണ്ടാകും. സഹപ്രവർത്തകരുടെ അലസതാ മനോഭാവം മുഖേന ജോലി ഭാരം ഇന്ന് നിങ്ങൾക്ക് വർദ്ധിക്കും. ഇന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും പങ്കാളിയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും. ചിലവുകൾ കൂടുന്നത് നിങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കും. യാത്രകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങളുടെ ആവശ്യമനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് രംഗത്ത് നടത്തുന്ന മാറ്റങ്ങൾ വിജയം കാണും. കന്നിരാശി. കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ച സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അസ്വസ്ഥതകൾ വർദ്ധിക്കും. മംഗളകർമ്മങ്ങളുടെ ഭാഗമായി മാറും ഇന്ന്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇന്ന് നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെക്കും. പ്രൊഫഷണലുകൾക്ക് മാനസിക സമ്മർദ്ദം കൂടാനിടയുണ്ട്. വൈകുന്നേരം കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം വന്നുചേരും.
ഇന്ന് നിങ്ങൾ ചില നിക്ഷേപങ്ങൾ നടത്താനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് മുതിർന്നവരുടെ പിന്തുണയുണ്ടാകും. ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളെ വിഷമിപ്പിക്കാനിടയുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കോപം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടേക്കാം. ചില പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. ഇവ നിങ്ങൾക്ക് പിന്നീട് ഗുണം ചെയ്യും. വിദേശത്ത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ ദിവസമായിരിക്കും ഇന്ന്. തുലാം രാശി. എല്ലാ കാര്യത്തിലും അവസാനം താല്പര്യക്കുറവ് ഇന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഏത് തൊഴിൽ ചെയ്താലും തക്കതായ പ്രതിഫലം ലഭിക്കാൻ ഇന്ന് തടസ്സം നേരിടും. അർഹമായ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി കഠിന പ്രയത്നം ആവശ്യമാണ്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടും. സർക്കാർ സംബന്ധമായി പലവിധ വിഷമതകൾ ഇന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. ബിസിനസ്സിലെ ചില ഇടപാടുകൾ ഇന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കുമെങ്കിലും അത് പരാജയപ്പെടാനാണ് സാധ്യത. അത് നിങ്ങൾക്ക് ലാഭം കൊണ്ടുവന്ന് തരുന്ന ചില പ്രൊജക്റ്റുകളായിരിക്കും. സമ്മർദ്ദരഹിതമായി നിങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ചില നിക്ഷേപങ്ങൾ നടത്താൻ ഇന്ന് ഇടയുണ്ട്. വളരെ സൂക്ഷിച്ചു വേണം അത്തരം നിക്ഷേപങ്ങൾ നടത്താൻ. പിതാവിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ പരിശ്രമിക്കും. വൃശ്ചികം രാശി. ഇന്ന് വാക്സാമർത്ഥ്യം കൊണ്ട് നിങ്ങൾ ചില നേട്ടങ്ങൾ സ്വന്തമാക്കും. ജോലി മാറ്റം നിങ്ങൾക്ക് ഗുണം ചെയ്യും. ദൂരയാത്രകൾ സുഖകരമാകും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. സന്താനങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അത് നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കും. രോഗങ്ങൾ അവഗണിച്ചാൽ അത് പിന്നീട് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് ചെറിയ ചില രോഗങ്ങളാണെങ്കിലും ആരോഗ്യ വിദഗ്ധരെ കണ്ട് അതിന് മരുന്നുകൾ വാങ്ങി കഴിക്കുക. പങ്കാളിയിൽ നിന്ന് സർപ്രൈസ് ലഭിക്കാനുള്ള ഇടയുണ്ട്. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ ദൃഢപ്പെടും. നിങ്ങളുടെ എതിരാളികൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ശ്രമം ഇന്ന് നടത്തും. അതിൽ വീണു പോകരുത്. അതുമൂലം വളരെ പെട്ടെന്ന് തന്നെ ചില യാത്രകൾക്ക് പോകേണ്ടി വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. അത് വളരെയധികം സൂക്ഷിക്കുക. പങ്കാളിത്ത ബിസിനസ് നിങ്ങൾക്ക് ഗുണം ചെയ്യും. തൊഴിൽ രംഗത്ത് ബഹുമാനം വർദ്ധിക്കും. വൈകുന്നേരം കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവിടും. തർക്കങ്ങളിൽ നിന്നും വാഗ്വാദങ്ങളിൽ നിന്നും ഒക്കെ ഇന്ന് വിട്ടുനിൽക്കുക. ധനുരാശി. ദാമ്പത്യ ജീവിതം സംതൃപ്തമായിരിക്കും. പിതാവിന്റെ ആരോഗ്യനില ഇന്ന് മോശമാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അന്യരുടെ കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ജിജ്ഞാസ വർദ്ധിക്കും. ധനപരമായി നേട്ടമുണ്ടാകും. സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവം നിങ്ങൾക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ആശ്വാസം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മത്സരങ്ങളിലും ഒക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇന്ന് സാധ്യതയുണ്ട്. വാഗ്വാദങ്ങളിൽ പരുഷമായി സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് വിനയായി തീരും. തൊഴിൽ രംഗത്ത് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും. സർക്കാർ ജോലിക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഈ രാശിക്കാർക്ക് അനുകൂല സമയമാണ് ഇത്. മകരം രാശി. എതിർപ്പുകളെ അതിജീവിക്കും. ആഗ്രഹങ്ങൾ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ കഠിനമായി പ്രയത്നിക്കും. അർഹതയുള്ള പണം നിങ്ങൾക്ക് ഇന്ന് വന്നു ചേരും. ഭൂസ്വത്ത് അധീനതയിലാകാനും സാധ്യത കാണുന്നുണ്ട്. ദമ്പതിമാർക്കിടയിൽ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരം പരുഷമാകാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിക്കണം. പ്രണയ ജീവിതത്തിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും. ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാനുള്ള പല അവസരങ്ങളും വന്നു ചേരും. അത് നേരാംവണ്ണം പ്രയോജനപ്പെടുത്തുക. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. നിങ്ങൾ ഏർപ്പെടുന്ന ചില ജോലികളിലൊക്കെ വിജയം കാണും. സഹോദരങ്ങളുമായി ഉള്ള ബന്ധവും ദൃഢപ്പെടുമിന്ന്. ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർക്കാർ ജോലിക്കാർ ജോലിയിൽ കൂടുതൽ വ്യക്തതയും സത്യസന്ധതയും പുലർത്തേണ്ട ആവശ്യകത ഈ സമയത്തുണ്ട്. വളരെ ശ്രദ്ധയോടെ ജോലി ചെയ്ത് മുന്നോട്ട് പോവുക. സുഹൃത്തിന്റെ സഹായത്താൽ ചില സാമ്പത്തിക നേട്ടത്തിന് ഇന്ന് സാധ്യത കാണുന്നുണ്ട്. കുംഭം രാശി. പിതാവിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇന്ന് ലഭിക്കും. എല്ലാ കാര്യത്തിലും ഒരു തൃപ്തിക്കുറവ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമെന്ന്. വേണ്ടപ്പെട്ടവരുടെ വേർപാട് മൂലം ദുഃഖം അനുഭവിക്കാൻ ഇടവരും. സന്താനങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും. ബിസിനസ്സിൽ ലാഭസാധ്യതകളുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ മാത്രമേ അവയിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. നിങ്ങളുടെ ജോലി അംഗീകരിക്കപ്പെടും. പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. പ്രണയ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് ചില അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും.
വിദ്യാഭ്യാസ രംഗത്ത് ആഗ്രഹിച്ച വിജയം നിങ്ങൾക്ക് ഉണ്ടാകും. സ്ഥലം, വാഹനം, വീട് തുടങ്ങിയവയൊക്കെ വാങ്ങാനും വിൽക്കാനും ശ്രമിക്കുന്നവർക്ക് ഇടപാടിന്റെ എല്ലാ വശവും കൃത്യമായി പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വന്നു ചേരും. അത് വളരെ വ്യക്തമായി പരിശോധിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക. മീനം രാശി. അർഹമായ ആനുകൂല്യങ്ങൾ മീനം രാശിക്കാർക്ക് ഇന്ന് ലഭിക്കും. മനസമാധാനം ഉണ്ടാകും. കുടുംബവുമൊത്ത് നിങ്ങൾ ചില യാത്രകളൊക്കെ ഇന്ന് പോകാൻ സാധ്യതയുണ്ട്. വിദേശ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് എതിരാളികളുടെ കുതന്ത്രങ്ങളും കുപ്രചരണങ്ങളും നിങ്ങൾക്കെതിരെ ഉണ്ടാകും. അതൊക്കെ കരുതിയിരിക്കുക. വിദേശത്ത് താമസിക്കുന്നവരിൽ നിന്ന് കുടുംബാംഗങ്ങൾക്ക് നല്ല വാർത്തകൾ ലഭിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ ഇടയുണ്ട്. ഇന്ന് നടത്തുന്ന നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് പിന്നീട് ഗുണം ചെയ്യും. ചില പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കും. സുഹൃത്തുക്കളോടൊപ്പം ചില യാത്രകൾ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യും. വീട് മോടി പിടിപ്പിക്കുന്നതിനായി കുറച്ച് പണം നിങ്ങൾ ചെലവഴിക്കും. സന്താനങ്ങളുടെ തൊഴിൽ മേഖലയിലെ പുരോഗതി നിങ്ങളെ സന്തോഷിപ്പിക്കും. ചില കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നും ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മോശം ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഇന്നത്തോടെ നിങ്ങൾ അവസാനിപ്പിക്കണം. അത് നിങ്ങളെ നാശത്തിലേക്കാണ് നയിക്കുക. മാത്രമല്ല, കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില നല്ല വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇടയുണ്ട്.